നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്നലെ അൽ നസർ അൽ ഇത്തിഫാക്കിനോട് 2-3 പരാജയപ്പെട്ടു. പക്ഷേ കളിയുടെ അവസാന ഘട്ടത്തിൽ അൽ നസറിന്റെ താരം ജോൺ ഡ്യൂറന് റെഡ് കാർഡ് ലഭിച്ചതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ രൂപത്തിൽ കലിപ്പാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എതിരാളിയുടെ ദേഹത്ത് ഇങ്ങനെ തൊടുന്നതിനാണ് യഥാർത്ഥത്തിൽ ജോൺ ഡ്യൂറന് റെഡ് കാർഡ് കൊടുക്കുന്നത്. ശരിയാണ്, അദ്ദേഹം എതിർ താരത്തെ തൊടാൻ പാടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ടച്ച് കിട്ടിയ എതിർ താരമാവട്ടെ വെടിയേറ്റ പോലെ വെട്ടിയിട്ട പോലെ അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. റെഡ് കാർഡ് അത് അർഹിച്ചിരുന്നുവോ എന്നതൊരു ചോദ്യമാണ്. അതൊരു ജോക്കാണ് ആ റെഡ് കാർഡ് എന്ന രൂപത്തിൽ പലരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഒരു യെല്ലോ കാർഡിലൊക്കെ ഒതുക്കാമായിരുന്ന സംഭവത്തിന് റെഡ് കാർഡ് കൊടുത്തു എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ കലിപ്പിലായി. റഫറിയോട് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കയർക്കുന്നുണ്ട്. കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. കഴിഞ്ഞില്ല. ബോൾ അദ്ദേഹം അടിച്ച് തെറിപ്പിക്കുന്ന, തൻ്റെ കലിപ്പടങ്ങാതെ അടിച്ചു തെറിപ്പിക്കുന്ന CR7നെയും നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ജോൺ ഡ്യൂറന് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ള നിരാശജനകമായിട്ടുള്ള ഒരു അവസ്ഥയും ഇവിടെ സംജാതമാകുന്നുണ്ട്. കളിക്ക് ശേഷം സ്റ്റെഫാനോ പിയോളി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. റെഡ് കാർഡിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത്, ഞാൻ തീർച്ചയായിട്ടും ഹാപ്പി അല്ല ഈ റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ. ഞങ്ങളുടെ താരങ്ങൾ കുറച്ചുകൂടി ശാന്തരായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ഒട്ടും നല്ല കാര്യമല്ല എന്നാണ് കോച്ച് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ടീമിൻ്റെ തോൽവിയിൽ അദ്ദേഹം പറഞ്ഞത്, ടാക്ടിക്കലി ഞങ്ങൾ ഒട്ടും പുറകിൽ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് ടീമിനെ പരാജയത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം കിരീട സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും മങ്ങുകയാണ്. ഈ തോൽവിയോടുകൂടി അവരിപ്പോൾ സൗദി പ്രോ ലീഗിൽ 4-ാം സ്ഥാനത്തേക്ക് വീണു പോയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.